ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫിലിം സ്റ്റാർ ജോജു ജോർജ് പറഞ്ഞതുപോലെ നല്ല കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ഇട്ട് ക്രീം ചേർക്കാത്ത എന്നാൽ നല്ല ക്രീമി ടെക്സ്ചറുള്ള ഒരു അടിപൊളി ബീഫ് സ്റ്റൂ ആണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് 2 മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, 6 ബീൻസ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കൊത്തി അരിഞ്ഞിട്ടാൽ മതി, കുറച്ച് കറിവേപ്പില, 2 ക്യാരറ്റ്, 2 ഗ്രീൻ ചില്ലി. ഇത്രയും എടുത്തിട്ട് എല്ലാം സ്ക്വയറായിട്ട് വേണം അരിഞ്ഞെടുക്കണം. ഇത്ര എടുത്ത് മാറ്റി വെക്കുക. ഇനി ഒരു കുക്കർ ഗ്യാസ് സ്റ്റവ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇളക്കി കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫ് വ്യത്യാസമായിരിക്കും. ഞാനിവിടെ ഒരു 8-9 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മേടിക്കുന്ന ബീഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്യാവശ്യം നന്നായിട്ട് ബീഫ് വെന്ത് വരണം. ഇനി നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 4 ഏലക്കായ, കുറച്ച് കറിവേപ്പില, 4-5 ഗ്രാമ്പൂ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി എടുത്തു വെച്ച പച്ചമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അതൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. നല്ലൊരു സ്മെല്ലെല്ലാം വരും. ഗ്രാമ്പൂൻ്റെയും പട്ടയുടെയും ഏലക്കായുടെയും എല്ലാം നല്ല സ്മെല്ലും അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യം നന്നായിട്ട് അത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. മൈദ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. 2 കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1-ാം പാല് 2-ാം പാൽ അങ്ങനെയില്ല. നിങ്ങൾ 1-ാം പാല് 2-ാം പാലും കൂടെ ചേർത്തിട്ട് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടച്ചു വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ കിടന്ന് ആ ബീഫും ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ അടിച്ചിട്ട് നിങ്ങൾ കുറച്ചു നേരം മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ നെയ്യിലാണ് വറുത്തിരിക്കുന്നത്. അതോടെ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് പൊട്ടറ്റോയുടെ പീസസ് എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്ക് ടെക്സ്ചറായിട്ട് അത് മാറുന്നതായിരിക്കും. നല്ല കുറുകി വന്നിട്ടുണ്ട്.
നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഈ ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്റ്റൂ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. ബ്രെഡ് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കുമ്പം ഭയങ്കര സോഫ്റ്റായിട്ട് ബ്രെഡ് കിട്ടുന്നതായിരിക്കും. ആ ബ്രെഡിൻ്റെ കൂടെ ഈ സ്റ്റൂവും കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഞാനൊരു സ്റ്റീമറിലിട്ടിട്ട് ബ്രെഡ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കുറുകിയ ബീഫ് സ്റ്റൂവും കൂടെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.